കർപ്പമുഴുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാമ്പത്തിക കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് കർപ്പമുഴുപ്പും പുറത്തേക്ക് വരുന്നത്. കേരളത്തിലെ ഏറ്റവും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ചിട്ടി കമ്പനിയും ഫിനാൻഷ്യൽ സ്ഥാപനവുമായ ഗോകുലം ഗ്രൂപ്പിന്റെ കോടമ്പക്കത്തുള്ള ഓഫീസിൽ രാവിലെ 7 മണിക്ക് തന്നെ ED റെയ്ഡ് ചെയ്തിരിക്കുന്നു. തുടങ്ങിയ മറ്റ് 5 സ്ഥാപനങ്ങളിലൂടെ EDയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഫ്ലവേഴ്സ് ചാനലിന്റെയും മറ്റ് ഒട്ടനവധി ഹോട്ടൽ ശൃംഖലകളുടെയും ഒക്കെ ഉടമസ്ഥത ശ്രീ ഗോകുലം ഗോപാലനാണ്. ഫെമ നിയമം സംബന്ധിച്ചുള്ള ചട്ടലംഘനത്തെ പറ്റിയിട്ടാണ് ED അന്വേഷിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ED സ്വന്തമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. ഗവൺമെന്റ് മറ്റ് ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസിനോടനുബന്ധിച്ചിട്ടാണ് ED എപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യാറ്. ഇപ്പോൾ പുറത്തു വന്ന എമ്പുരാൻ സിനിമ, അതിന്റെ യഥാർത്ഥ നിർമ്മാതാക്കളായ ലൈക്ക സിനിമ എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ സ്വദേശിയുടെ സ്ഥാപനമായിരുന്നു. ലൈക്ക പിന്മാറിയെ തുടർന്ന് അതിനകത്ത് പൈസ പുതുതായിട്ട് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തത് ശ്രീ ഗോകുലം ഗോപാലനാണ്. അങ്ങനെ ഗോകുലം ഗോപാലൻ എമ്പുരാൻ സിനിമയുടെ ഒരു സഹനിർമ്മാതാവ് കൂടെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് RSSുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, RSS ഓർഗനൈസ്ഡ് പത്രം 3 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കേരളത്തിലെ ഒരു സിനിമയെ പറ്റിയിട്ട് എഴുതേണ്ടി വന്നതിലെ RSSന്റെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ED അവരുടെ ബോസിന്റെ നയങ്ങൾക്ക് അനുസൃതമായിട്ട് റെയ്ഡ് നടത്തുകയാണ്. ഫെമ സംബന്ധിച്ച സാമ്പത്തിക കുറ്റങ്ങളാണ് ഫെമ സംബന്ധിച്ചുള്ള സാമ്പത്തിക കുറ്റങ്ങളാണ് ED അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ EDയുടെ അറസ്റ്റിലേക്ക് ED ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അറസ്റ്റിലേക്ക് ഉടൻ നീങ്ങുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. നന്ദി, നമസ്കാരം.